നാളെ നവംബർ 1 കേരളപ്പിറവി ദിനം. എല്ലാ വർഷവും നമ്മൾ നവംബർ 1-നാണ് കേട്ടോ കേരളപ്പിറവി ആഘോഷിക്കുന്നത്. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? അതായത് 1956 തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഈ 3 പ്രദേശങ്ങളും കൂടി ഒന്നിച്ചിട്ട് മലയാളം സംസാരിക്കുന്നവരുടെ ഒരു സംസ്ഥാനമായിട്ട് കേരളം രൂപം കൊണ്ടു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഭാഷാ സാംസ്കാരിക ഐക്യമാണ് കേട്ടോ. മലയാളം സംസാരിക്കുന്നവരൊക്കെ കൂടി ഒരൊറ്റ സംസ്ഥാനമായിട്ട് ഒന്നു ചേർന്നു കേരളപ്പിറവിയിലൂടെ. പക്ഷെ ഞാനീ പറയാൻ വന്നത് ഇതൊന്നും അല്ല കേട്ടോ. അതായത് നമ്മൾ കേരളത്തിലാണെങ്കിൽ തന്നെ പല പല മലയാളങ്ങളാണ് അല്ലേ. അതായത് ഇപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ പാലക്കാട് മണ്ണാർക്കാടിലാണ് കേട്ടോ. അവിടെ ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ആലപ്പുഴത്തെ ആൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. കാരണം ഞാൻ നാളൊരു വീഡിയോ ഇട്ടപ്പം ഇത് കുട്ടികൾക്ക് കഴിക്കാൻ പാടുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചു, എന്താണിത് ഈ പാടുമോ എന്ന്, നിങ്ങൾ മലയാളി അല്ലേ എന്ന് ചോദിച്ചു. അപ്പം അതായത് പറ്റുമോ എന്നുള്ളതിനാണ് ഞങ്ങൾ ഈ പാടുമോ എന്ന് ചോദിക്കണത്. അതുപോലെ തന്നെ എവിടെ എന്നുള്ളതിന് ഞങ്ങൾ എടുത്തു എന്ന് ചോദിക്കും. പിന്നെ പഠിച്ചത് മനസ്സിലായോ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിഞ്ഞോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ കേരളപ്പിറവി ദിനത്തിൽ ഓർത്തു എന്ന് മാത്രം കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോരോ ഭാഷകൾ അല്ലേ.